ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞുമണി ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗാർഡനൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു ഗാർഡൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ്. അപ്പോൾ ഇന്ന് കുറച്ചൊരു മഴ കുറവുണ്ട് കേട്ടോ. അപ്പോൾ വിചാരിക്കണം നമുക്ക് നമ്മുടെ ഗാർഡനെ ഒന്ന് സെറ്റാക്കി ചെറിയ രീതിയിലൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. പക്ഷേ ഇനി മഴയല്ലേ വരുന്നത്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ചെയ്യേണ്ടി വരും. അപ്പോൾ കുറച്ചൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പരിസരം ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡൻ ചേച്ചി അവിടെ ചേച്ചിനെ കാണിക്കരുത് പറഞ്ഞിട്ടുണ്ട്, അതാണ് മുഖം കാണിക്കാത്തത്. ഓക്കെ. അപ്പോൾ ഞാൻ ചെറിയ വെയിലുണ്ട്, അപ്പോൾ തൊപ്പിക്കിട്ട് ഇച്ചിരി വെയിലും ചാറ്റൽ മഴയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് മണിയേട്ടനെ വിളിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ മണിയേട്ടൻ പറമ്പിൽ നമ്മുടെ തെങ്ങിലെ പട്ടയൊക്കെ അങ്ങ് വെട്ടി തേങ്ങയൊക്കെ പറിക്കോട്ടെ എന്തൊക്കെയാണ് ഉണ്ടോ. പുള്ളീനെ ഞാൻ വിളിക്കട്ടെ കേട്ടോ. മണിയേട്ടാ, ചെയ്യാം നമുക്ക് ചെടി ചട്ടി ശരിയാക്കാം. ചീര വിത്ത് വീണിട്ടേ, വിത്തിട്ടതും നല്ല ഇവിടെ ഉണ്ടായിരുന്ന ചീരയുടെ വിത്ത് വീണിട്ട് അത് കുറച്ചൊക്കെ ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട്. പക്ഷെ മാറ്റി നടാനായിട്ടില്ല. മത്തൻ്റെ ഞാനിങ്ങനെ വിത്തിട്ട് കൊടുത്തു. നല്ലൊരു എന്താ ഈ സൈഡിലെ അവസ്ഥ, സോ പാത്തറ്റിക്. ഇത്തിരിയൊക്കെ ഒന്ന് മാറ്റി ക്ലിയർ ചെയ്ത് വേണം വേണ്ട വെച്ചത് ഒരാൾ ചത്തു. ഇതിനൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ അടീനിയത്തിൻ്റെ വിത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടീനിയത്തിൻ്റെ വിത്ത് പാകാൻ നല്ല സുഖം കേട്ടോ. നമ്മളിങ്ങനെ വിത്തായി വരുമ്പോൾ അതിലെന്തെങ്കിലും റബ്ബർ ബാൻഡ് എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലോണം റൈപ്പൺ ചെയ്ത് അത് പൊട്ടും. അത് പൊട്ടിയിട്ട് പുറത്തേക്ക് പോകാതിരിക്കാനാണ് നമ്മൾ ആ റബ്ബർ ബാൻഡ് ഇടുന്നത്. ഞാനത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്ത് മുളപ്പിച്ചെടുത്ത കുറച്ച് ചെടികളെ കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ റൈപ്പണായി തുടങ്ങണേ ഉള്ളൂ, ആയിട്ടില്ല. ചെറുതായിട്ട് കളർ ചേഞ്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വിത്തെടുത്ത് പാകിയിട്ട് പിന്നീട് നമ്മളതിൽ നിന്ന് മുളപ്പിച്ചെടുത്ത് ഞങ്ങൾ സൈഡിൽ വെച്ചിരിക്കുക കേട്ടോ. ഇതിലെല്ലാം ഇങ്ങനെ വെള്ള പുഷ്പങ്ങൾ വീഴുന്നത് ഈ വെള്ളപുഷ്പത്തിൻ്റെ ചെടിയിൽ നിന്നാണ്. ഇത് ചെടിയല്ലത് ഏകദേശം മരമായി. അപ്പോൾ ഇതൊക്കെ അതാണ് ആ കാറ്റഗറി. ആ വിത്തിട്ട് മുളച്ച് വന്നിട്ടുള്ളത് കേട്ടോ. അടീനിയത്തിൻ്റെ കണ്ടോ. അതിന് ഈ നമ്മുടെ വിത്തിട്ട് മുളച്ചിട്ട് അതിന് കുറച്ചൊരു 3-4 ഇലയൊക്കെ വന്നു കഴിയുമ്പോൾ മാറ്റി നട്ടു കേട്ടോ. അങ്ങനെ എടുത്തതാണ് ഈ ഒരു ഗ്യാങ്. ഉണ്ട്, അത്യാവശ്യം നല്ലോണം കിട്ടിയിട്ടുണ്ട്. കഴിയുമ്പോൾ നമുക്ക് ഇവരെയൊക്കെ എടുത്തൊന്ന് പുറത്തേക്ക് നല്ല നീറ്റായിട്ട് ആ മാറ്റണ ചെടികളുടെ അടുത്തേക്കൊക്കെ അങ്ങോട്ട് ചട്ടികളൊക്കെ വെച്ച് വെക്കണം. ഇത് വേറൊരാൾ കണ്ടീഷൻ ഇങ്ങനെയായി. അങ്ങനെ ബൊഗൈൻവില്ലകൾ ഇങ്ങനെ, ഈ ബൊഗൈൻവില്ലയുടെ വീഡിയോ നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആയിട്ട് നമ്മുടെ ചെടി ഇതാണ്ട് പോയ ചെടികളൊക്കെ ഒന്നെടുത്ത് കൊട്ടി ചെയ്യാം നമുക്ക്. എന്നായിക്കോട്ടെ. അതിലേക്ക് മണ്ണ് കുറച്ച് കൊണ്ടുവന്ന് വെക്കണം. കുറേ പണികളുണ്ട്. ഈ സൈഡിലിങ്ങനെ കൊട്ടി കഴിഞ്ഞാലേ അത് നമ്മൾ നിറച്ചത്. പക്ഷെ ആ വെയിൽ കൊണ്ടിട്ടേ കംപ്ലീറ്റ് പോയി. കല്ലും പിന്നെ ഇത് കുഴപ്പമില്ല കേട്ടോ. ഈ മണ്ണ് വലിയ കുഴപ്പമില്ല. അത്ര ചുമന്ന മണ്ണൊന്നുമല്ല. ആ മണ്ണ് അത് വരും. ഉണങ്ങി കരിഞ്ഞു പോയിട്ടോ അതിലെ ചെടികളൊക്കെ നോക്കി അല്ലേ. വെയില് കൊണ്ടിട്ടേ കരിഞ്ഞ് ഉണങ്ങി. ഇവരൊക്കെ ഒന്ന് സെറ്റാക്കി. ആ ശരി, രാവിലെ 5 മണിക്ക്. ചൂടുകൊണ്ട്. ആ അപ്പം ഇവിടെ കുറച്ചൊക്കെ ഞങ്ങളിങ്ങനെ നട്ടുട്ടാ. ഇനി പടർന്നുണ്ടാവട്ടെ. അത് നമ്മളവിടെ നടാനായിട്ടേ ആ സൈഡിൽ ഈ ചെടിയുടെ ഇതാട്ടോ. ഇതിൻ്റെ പക്ഷെ തൈയൊന്നും എനിക്ക് ഞാൻ നോക്കിയിട്ട് കാണാനില്ല. അപ്പം ഞാൻ ഇതിൻ്റെ കമ്പ് തന്നെ ഒന്ന് വെട്ടി നട്ട് നോക്കട്ടെ എന്ന് വിചാരിക്കും. ഇത് നിറച്ച് ഫ്ലവറിങ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ ഏറ്റവും എനിക്കിതിൻ്റെ ഒരു ബെനിഫിറ്റ് തോന്നുന്നത്, എത്ര കൊടും വെയിലുണ്ട്, വെള്ളമില്ല, ഇങ്ങനെയൊക്കെ കണ്ടീഷനിൽ ഇത് അതിജീവിക്കും കേട്ടോ. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റിൽ നമ്പർ 1 കേട്ടോ ഇത്. നമ്മുടെ ടോബി സുഖനിദ്രയിലാണ്. തടിച്ചിക്കുട്ടി ആയിട്ടിപ്പോൾ ഇതിനെല്ലാം ബൊഗൈൻവില്ല. ഇത്രേ ചെയ്തിട്ടുണ്ടോ ഇതിനെല്ലാം എന്ന് പറയണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ മഴയല്ലേ. അപ്പോൾ കുഞ്ഞുമണി ചേട്ടൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ മഴ മാറിയിട്ട് നമുക്ക് ആ സീസണിൽ നമുക്ക് നടാം. അപ്പോൾ തൽക്കാലം ഇത്രയും ബൊഗൈൻവില്ല പോയ ചെടികളൊക്കെ മാറ്റി നമ്മൾ
കുറച്ച് ബൊഗൈൻവില്ല നട്ടു. പിന്നെ ഞാൻ ഏറ്റവും മെയിനായിട്ട് ചെയ്ത കാര്യം ഇതാണ്, നമുക്ക് അടീനീത്തിൻ്റെ വിത്ത് പാകാനായിട്ട്. എനിവേ എന്തായാലും ആ ഒരു സെഷൻ കഴിഞ്ഞല്ലോ. പിന്നെ അടുത്ത പരിപാടിയിലേക്ക് പോകട്ടെ. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഞ്ച് ടൈമായി, ഓൾമോസ്റ്റ് ഇപ്പോൾ ലഞ്ച് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.